നമുക്ക് സിനിമകളിൽ കണ്ട് മാത്രമാണ് ആ. അറിയാ. അതായത് ഇപ്പോഴാണ് നമ്മൾ വെള്ള സാരി ഉടുക്കാത്ത ഒരു പ്രയത്നം പോലും ഇപ്പൊ സർവ്വമായയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഉം, ഉം, കാണുന്നത്. ഉം. അതിനു മുമ്പ് നമ്മൾ എല്ലാരെയും കണ്ടത് വെള്ള സാരി ഉടുത്തിട്ടായിരുന്നു. പാലയിലായിരുന്നു. അതെ. നിറയെ മുടി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ശരിക്ക് ഏതോ ഒരു ഇമാജിനേഷന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണോ? അതോ രൂപമില്ലാന്നാണല്ലോ പ്രേതത്തിന് പറയാ. അല്ലാതെ എന്തെങ്കിലും തരത്തിൽ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അതോ ആരുടെയോ ഒരു ഇമാജിനേഷനിൽ വന്നതാണ്? ഇതെല്ലാം ആരുടെയോ ഇമാജിനേഷൻ അല്ല. ഇതിപ്പം എന്താ പറയുക, ഇപ്പം മാം ഒരു പ്രേതത്തിനെ കാണുന്ന രീതിയിലായിരിക്കില്ല ഞാൻ കാണുക. ഉം. രണ്ടുപേരും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടുപേരും ഒരേ പ്രേതത്തിനെ കാണില്ല. ഉം. മാം വെളുത്ത സാരിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനും പറയും എനിക്കും അവിടെ എന്തോ ഒരു നെഗറ്റീവ് സാധനം തോന്നി. ഇതാണ് നമ്മുടെ ഇൻറ്റ്യൂഷനിലേക്ക് നമുക്ക് വരാൻ പറ്റിയൊരു പോയിന്റ്. ഉം. ചില ആൾക്കാർ അതിലേക്ക് നമുക്ക് വരാം. ഇപ്പം എന്താ പറയുക, ആ അവിടെ ഒരു പ്രേതം നടന്നു വരുന്നു, അതൊരു വെള്ള സാരി എടുത്തിട്ടുള്ള ഒരാളാണ് ഉം. എന്ന് മാമിന് തോന്നുകയാണ്. ഉം. എനിക്കെന്ത് തോന്നും, ഞാനും അവിടെ എന്തോ ഒരു സാധനം കണ്ടു, ഉം. പക്ഷെ വെള്ള സാരി ഒന്നുമില്ല, ഉം. എന്തോ ഉണ്ട് ഉം. എന്നേ പറയൂ. കാരണം എൻ്റെ ഫിയർ ഫാക്ടറും മാമിൻ്റെ ഫിയർ ഫാക്ടറും രണ്ടും രണ്ടാണ്. രണ്ടാണ്. ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മൾ തന്നെയാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊസഷൻ എന്ന് പറയുന്ന സംഭവം. ചില ആൾക്കാർ അതിനെ വെള്ള സാരി ഉടുത്തതാ, അത് നമ്മൾ പലതും കേട്ടറിഞ്ഞ കഥകൾ നമ്മളുടെ ബ്രെയിനിനകത്ത് അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാനായിട്ടുള്ള നോളജിനെ ബേസ് ചെയ്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അതാണ്. ഓക്കെ. അപ്പോൾ ഇമാജിനേഷൻ ആണ്, പക്ഷെ അത് നമ്മളുടെ ഇമാജിനേഷനാണ്. പലർക്കും പല പ്രേതങ്ങളാണ്, എല്ലാവർക്കും ഒരാളല്ല. ഉം. ഒരു വീട്ടിൽ തന്നെ അങ്ങനെ പ്രേതബാധ പറഞ്ഞ് ഉണ്ടെങ്കിൽ 4 പേർക്കും 4 എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ സയൻറ്റിഫിക്കലി നമ്മളിപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കഴിയും. കാരണം അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ലേ. ഉം. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ മാത്രമാണല്ലോ. അതൊരിക്കലും ചിലപ്പം വേറൊരാൾക്ക് അംഗീകരിച്ചോളാൻ പറ്റണമെന്നില്ല അല്ലേ. ഉം. ഉം. മാമിന് അതൊരിക്കലും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതെ. ഞാനിപ്പോൾ എൻ്റെ മടിയിലിരിക്കുന്ന തലാണയല്ല പൂച്ചയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ. അതെനിക്ക് പൂച്ചയായിരിക്കും. ആ. അപ്പം ഞാൻ അതല്ലാന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അവകാശമില്ല, പക്ഷെ ഞാൻ കാണുന്ന അതല്ലാന്ന് എനിക്ക് അതല്ല പറയാം. എന്ന് പറയാം. പക്ഷെ നമ്മൾ ശരിക്കും ഒരു എംപത്തറ്റിക് റിലേഷൻഷിപ്പാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത് അവരോട്. അവർ പൂച്ചയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളും പൂച്ചയെ കാണണം. ആ. പൂച്ചയെ കണ്ടാലേ നമുക്ക് അവിടുന്ന് പൂച്ചയെ എടുത്തു മാറ്റാൻ പറ്റൂ. ഉം. ഇല്ലെങ്കിൽ നമുക്ക് വെറും തലോണ മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പം നമ്മൾ അവരോട് എപ്പോഴും എംപത്തറ്റിക് ആയിട്ടേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അങ്ങനെയുണ്ട്.